അങ്ങനെ അതേ വിളക്ക് വെച്ച് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പോൾ ദൈവങ്ങളോടൊക്കെ അതേ പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞതേ ഇറങ്ങിയപ്പോഴാണ് ഒരാൾ ഇറ്റ് വന്നിട്ട് പല്ലേക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതേ അമ്മ മോളുടെ പല്ല് വെളുപ്പിക്കാനുള്ള പാടിലാണ്. ഇച്ചമ്മ പല്ലൊക്കെ തേക്കാൻ നിന്ന് കൊടുക്കൂട്ടോ. ആകെ 4 പല്ലുള്ളെങ്കിലും വലിയ ബ്രഷിട്ടാണ് തേപ്പൊക്കെ. പല്ല് തേച്ച് വന്നു കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വിളിച്ചു. അപ്പോൾ ചായക്കുന്ന പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ പയറും അതിൽ പപ്പടവും. അപ്പോൾ പയർ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കാരണം പയറിൻ്റെ പരിപാടി മാറ്റി വെച്ചിട്ടോ. കാരണം പയർ നിന്ന് എനിക്ക് ഗ്യാസ് കയറുന്ന നെഞ്ചരിച്ചിലൊക്കെ തുടങ്ങും. അപ്പോൾ പപ്പടവും പുട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ പയർ വേണ്ടാത്ത കാരണം പുള്ളിക്കാരി അവിടെ പയർ ഉപ്പേരിയാക്കാനുള്ള പരിപാടിയാണ്. പിച്ചു തേൻ്റെ പുട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇത് താഴെ ഇരുന്നാൽ തിന്നണം കേട്ടോ. അപ്പോൾ പയർ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പയറിൻ്റെ പരിപാടിയാണ് മാറ്റി വെച്ചു. ഉച്ചത്തേക്ക് മതിയല്ലോ. അങ്ങനെ ഇത് ജോലി കഴിഞ്ഞ് വൈകുന്നേരം അതന്നെ വിളക്ക് വയ്ക്കുക പ്രാർത്ഥിക്കുക. അതാണ് പിന്നത്തെ പരിപാടി. പിന്നെ ഒരുപാട് പണി ഉണ്ടായിരുന്നു വീട്ടിൽ. നമ്മൾ വീട് സെറ്റ് ആക്കിക്കൊണ്ട് വരണുള്ളൂ. അത് കാരണം നിറച്ച് പണിയാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ല. ഏകദേശം 8-8 പണി തീരണമെങ്കിൽ. അങ്ങനെ വിളക്കൊക്കെ പുറത്ത് വെച്ച് വെച്ച് നോക്കിയപ്പോൾ ഒരാളിത് പുറത്ത് കയറി ഭയങ്കര പ്രാർത്ഥന. ഇതിച്ചു ഞങ്ങളുടെ ആദ്യത്തെ വീട് തൊട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ തന്നെ ആളിത് ഗണപതിക്കാണ് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ചെവിയിലൊക്കെ തൊടുണ്ട്. അപ്പോൾ മുത്തം കൊടുക്കണാണ് കാണുന്നത് വിളക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് കേട്ടോ. അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങി. അപ്പോൾ അടുക്കളയിൽ ഒരു ഫാൻ വെക്കുന്ന പരിപാടിയാണ്. അടുക്കളയിൽ നല്ല ചൂടാണ്. അപ്പോൾ ഒരു ഫാൻ എടുത്ത് അവിടെ ഫിറ്റ് ചെയ്തു, വാൾ ഫാൻ. അതായിരുന്നു അടുത്ത പരിപാടി. പിന്നെ കുറച്ച് കോൺക്രീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ റൂമിൽ കുറച്ച് പ്ലഗ് ഒടിയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അത്താഴത്തിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ മീൻ വറക്കണ പരിപാടിയാണ്. അപ്പോൾ ചൂരാണ് മേടിച്ചത്. ചൂര ഭയങ്കര വിലയാണ് മീനൊക്കെ. അപ്പോൾ ഒരു 5-6 കഷ്ണം വറുത്ത് ഇച്ചുവിന് ഊണ് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമ്പനി കൊടുത്താണ്. ഇച്ചുപാട് TV-യുടെ മുമ്പിലാണ്. അങ്ങനെ ഫുഡ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇച്ചുവിന് ചോറ് കൊടുക്കണേ കാണണേ. പുള്ളിക്കാർ കഴിക്കില്ലെങ്കിലും കുത്തിക്കഴിഞ്ഞ് 2-3 ഉരുളയൊക്കെ കൊടുക്കണം. അങ്ങനെ ഇച്ചുവിൻ്റെ പാത്രത്തിലുള്ളത് കൂടി ഞാനും കൂടെ അടിച്ചു 2 ഉരുള ഞാനും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങളിതിങ്ങനെ കഴിഞ്ഞു പോയി. ഇപ്പം ഇന്നൊക്കെയുള്ളൂ ഇത്രയൊക്കെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.